കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഒരു ചിന്ത എന്നെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചിന്ത അതിലേക്ക് കൊണ്ടുപോവുകയാണ്. Hebrews chapter 10 is what we are going to meditate today. മക്കളെ, നിങ്ങളോട് പറഞ്ഞ എല്ലാ നോട്ടും ഇന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. Though I won't be able to share everything that I prepared, but I'll share something quick and we'll conclude. എബ്രായലേഖനം നമുക്ക് വളരെ സുപരിചിതമായ ലേഖനമാണ്. Book of Hebrews is something very familiar to us. ആ ലേഖനം എഴുതാനുള്ള കാരണം നിങ്ങൾക്ക് നന്നായി ദൈവജന പഠനത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. And I know that we have clearly learned here why this book was written. 10-ാം അധ്യായം മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I want to share from the book of Hebrews chapter 10. അതിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പ്രധാനമായി അധികരിച്ചുകൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. And mainly I'm focusing from 19 through 25. 25-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്ക്, രണ്ടാമത്തെ ബി, പാർട്ട് ബി ഒന്ന് നോക്കുമോ? യേശുക്രിസ്തുവിന്റെ നാൾ, യേശുക്രിസ്തുവിന്റെ വരവിന്റെ നാള്, it should be done more and more as we see the day of Christ's return approaching. So it says we have to do it so much the more as all of you see the day of Christ is approaching fast. ഒന്നാമത് ദൈവസഭ തിരിച്ചറിയണം, എൻ്റെ കേൾവിക്കാർ തിരിച്ചറിയണം, ഈ കാലഘട്ടം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ കാലഘട്ടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. The church and the world needs to realize that the Lord's coming is approaching fast. നാൾ സമീപിക്കുന്നു എന്ന് നിങ്ങൾ കാണും തോറും നിങ്ങൾക്കത് മനസ്സിലാകും തോറും, നിങ്ങൾ ഫീൽ ചെയ്യും തോറും എന്ന പദം ശ്രദ്ധിക്കൂ. If any of us are feeling and seeing that the day is fast approaching, we have to do certain things more and more. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. So all the wars that is happening in this world are already recorded in the Bible. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. So like every major incident, every incident happening in this world are already pre-recorded in the Bible. ഇത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലേക്കാണ്. This directs us to the coming of Jesus Christ. ദൈവസഭ അതുകൊണ്ട് തല ഉയർത്തി നോക്കി അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കണം. So we have to lift our heads up and be prepared for the coming of Jesus. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ 25-ന്റെ ബി പാർട്ട് ബിയിൽ ഇങ്ങനെ പറയുന്നത്, verse 25 part B says like this. യേശുക്രിസ്തുവിന്റെ നാൾ സമീപിക്കും തോറും അധികമായി ചെയ്യേണ്ടത്. എന്നോട് പറഞ്ഞേ, അധികമായി ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. Especially now that the day of his return is drawing near. ഒത്തിരി കൊടുക്കണമെന്ന് പറയുന്നത് ആരോടാ? കൊടുക്കുന്നവരോടാ പറയുന്നത്. So like when someone gives, we tell them give more and more. ചൂട സ്പീഡിൽ പോകുന്നു പറയുന്നത് ആരോടാ? So someone who is who do we say that walk faster? ഉറങ്ങുന്ന ആളോട് പറയോ സ്പീഡിൽ പോകുന്നു പറയോ ആരെങ്കിലും? So if someone is sleeping, would we tell them go faster? പറയോ മക്കളെ? കിടന്നുറങ്ങുന്നവരോട് പറയാ. So if someone is sleeping, you won't go tell them walk faster. അപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു സമൂഹത്തോട് പറയാണ് നിങ്ങൾ more and more, കുറച്ചും കൂടി അധികമായിട്ട് ചെയ്യാൻ. So a community that is doing certain things, they are encouraged to do more and more. കാരണം reason, നിങ്ങൾക്ക് ഒത്തിരി നാളിന് ചെയ്യാൻ പറ്റത്തില്ല. We don't have so much more time left. ടച്ചിന് വർക്ക് ചെയ്യുന്നവരുണ്ട്, മണിക്കൂറിന് വർക്ക് ചെയ്യുന്നവരുമുണ്ട്, മണിക്കൂർ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. So there are people who work for hourly pay and there are people who work under contract. ഉണ്ടോ? നിങ്ങളൊന്നും മിണ്ടന്നേ. So talk to me. ഉണ്ടോ? ഇന്ന് പറഞ്ഞ ജനറൽ ബോഡി നടക്കത്തില്ല, കാരണം നമ്മുടെ സഹോദരൻ ചെയ്യേണ്ട സഹോദരൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയം കൂടെ ഞാൻ പ്രസംഗിക്കും. ആമേൻ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കേ. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ കോൺട്രാക്റ്റിന് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവര് അവർലി പണിയുന്നത് പോലെ അല്ല. അവർ പറയുന്നത് അറിയാം, ഫാസ്റ്റ് ആയിട്ട് കാര്യം തീർത്തിട്ട് പോയി. So if people are working under contract, they take a contract, they work fast because they want to finish their contract. കാരണം the reason is അവർക്കറിയാം സമയം വെറുതെ കളയാനില്ല. So they know that they don't want to waste their time. യേശുവിന്റെ വരവടുത്തിരിക്കുന്നു തോന്നുന്തോറും ഒത്തിരി അധികമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. So as we feel like the coming of the Lord is at hand, there are certain things that we have to do more diligently or faster. എബ്രായ ലേഖനം നിങ്ങൾക്കറിയാം മക്കളെ, എബ്രായ ലേഖനം എഴുതാനുള്ള കാരണം
യേശുവിൻ്റെ പുറകിൽ നമ്മളെ പോലെ എന്നെ കേൾക്കണമേ, ഞാൻ പഠിപ്പിക്കുകയാണ്. നമ്മളെ പോലെ യേശുവിൻ്റെ പുറകിൽ വന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. So the reason of why this book is written is there are people who were following Jesus just like us. അവർ കുറച്ച് നാൾ, ഏകദേശം ചരിത്രം കറക്റ്റായിട്ട് നോക്കിയാൽ, ഇയർ കറക്റ്റായിട്ട് ഏകദേശം 30 വർഷത്തോളം കർത്താവിന്റെ പുറകിൽ വന്നു. So like if we study the history, at least 30 years they have been Christians or following Jesus. കർത്താവിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെയൊക്കെ പോലെയുള്ള ഇയറായെന്ന് വിചാരിച്ചു. So suppose like most of us here maybe 30 years or so, like they are like our maturity. ചില കൊച്ചു കാര്യങ്ങൾ കൊണ്ട്, അല്ല കൊച്ചു കാര്യമല്ല, അവരെ സംബന്ധിച്ച് വലിയ കാര്യം, പ്രോസിക്യൂഷനൊക്കെ വലിയ കാര്യമായിരുന്നു. അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവർ ബാക്ക്സ്ലൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. But when they had certain problems, and it's not small problems, they had big persecution, they started backsliding. അവരൊരു ദൈവശബ്ദം കേട്ടു, വാഗ്ദത്തം കേട്ടു. They did hear a word of God and they had a promise of God. അവർ കേട്ട വാഗ്ദത്തം നമ്മൾ കേട്ടതുപോലെ തന്നെയാ. And it is the same promise that we heard as well. എന്താ അവർ കേട്ടെന്ന് അറിയാമോ? You know what promise did they hear? അവരുടെ കണ്ണിന് മുമ്പിൽ പറന്നു ഉയർന്നു പോയ, മേഘങ്ങൾ എടുത്തോണ്ട് പോയ നാഥൻ മടങ്ങി വരും വേഗം. So the promise that they heard is that Jesus, just like he ascended to heaven, he will come back again. നമ്മളും അതിനെ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. യേശു മേഘങ്ങളെ തേരാക്കി മടങ്ങി ഇറങ്ങി വരും. And we as a community too waiting eagerly for the return of Jesus Christ. ഇവർക്ക് ഏകദേശം 30-35 വർഷമായപ്പോൾ ഇവരങ്ങ് തളർന്നു പോകാൻ കാരണം അറിയാം. മക്കളെ, തളർന്നു പോകാൻ കാരണം അറിയാമോ? For 30-35 years they started getting weak, and you know why they were getting weak? നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകത്തിന് 36-ാമത്തെ വാക്യം നോക്കിക്കേ. Verse 36 of Hebrews chapter 10, if you look at that, you can see why they were getting weak. 10 verse 36. 31 വായിച്ചേ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ 32. എന്നാൽ നിങ്ങൾ നിന്ദകൾ, പീഡകൾ, കൂത്തുകാഴ്ച ഭവിച്ചു. 33. അടുത്ത വാക്യം എന്തോ? കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു. The sufferings and persecutions അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. So they had a great deal of afflictions which kind of made them weak and go backsliding. വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. They were waiting patiently for the promise. ആ വാഗ്ദത്തം താമസിക്കുന്നു. And the promise is getting late. അപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലും പെർസിക്യൂഷൻ വർദ്ധിച്ചു വരുന്നു. At the same time people were persecuting them physically and mentally. അവർ തളരാൻ തുടങ്ങി. And they started growing weak. തളർന്നപ്പോൾ when they became weak, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. They went back away from the Lord. ഒന്നാമത്തെ ചിന്ത, the first thought that I had 22ാമത്തെ വാക്യം verse 22. verse 22. 5 പോയിന്റ് പറയാം, ഒരെണ്ണം വിശദീകരിക്കാം. I will share 5 points and will explain one. അകന്നു നിൽക്കുന്നവരോട് പറയുകയാണ്, those who are standing for this, writer says, നിങ്ങൾ അടുത്തു വരിക. come draw near. കാണാമോ വാക്യം? കണ്ടവർ മൂളിക്കാട്ട. Do you see verse 22? come near. പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരിക. So like the writer says that come back to the Lord with a genuine heart. പരിശുദ്ധാത്മാവ് ഇന്ന് പകലും ദൈവസഭയോട് ദൂത് പറയുകയാണ്. Today also God's Spirit is speaking. വ്യത്യസ്ത വിഷയങ്ങളാ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, maybe due to different reasons, if you are staying far from the Lord, അകന്നവരോട് മാത്രമേ അടുത്തു വരാൻ പറയത്തുള്ളൂ. only those who stand far away are called to come closer. They went far away. അവർ ഒത്തിരി ദൂരെ പോയി. So these people have gone far from the Lord. അവർ നമ്മളെ പോലെ യേശുക്രിസ്തു രക്തത്താൽ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരാണ്. They were sprinkled by the blood of Jesus just like അവരുടെ ശരീരം യേശു രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. and their hearts were washed by Jesus Christ's blood. അവരും ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവരാണ്. They also heard a promise. അവരും ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് നടന്നവരാണ്. They also walked according to the word of God. പരിശുദ്ധാത്മ മേഘത്തിന്റെ അണ്ടറിലൂടെ പോയവരാണ് അവർ. They walked under the cloud of the Spirit. അവർക്കും നമ്മുടെ യേശുവിനെ പോലെ അവർക്കൊരു ലീഡർ ഉണ്ടായിരുന്നു, മോശ ഉണ്ടായിരുന്നു. They were led by Moses just like പക്ഷേ എന്തൊക്കെ കാരണത്താൽ ദൈവത്തിൽ അകന്നു പോയവർ. But they went away from the Lord. Draw near to God.
ദൈവത്തിങ്കിലേക്ക് അടുത്തു വരിക. Now Paul is exhorting them and saying that let us draw near with a sincere heart. എന്തിനാ ദൈവത്തിലേക്ക് അടുത്ത് വരുന്നേ? Why do we need to draw near to God? 4:16, 4:14, 15, 16 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന വാക്യങ്ങൾ. Chapter 4 verses 15, 16. ഈ ഇതിനകത്ത് തന്നെ 19 വാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്. 10-19 വാക്യം വായിക്കുമ്പോഴുണ്ട്. We can also see the same thing in chapter 10. നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട്. Because we have a high priest. നമുക്കൊരു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട്. Because we have a great priest. നമുക്കൊരു ദൈവം ഉള്ളതുകൊണ്ട്. Because we have a great God. പ്രാർത്ഥന കേൾക്കുന്നവൻ ഉള്ളതുകൊണ്ട്. Because we have a prayer ക്ഷമിക്കാൻ കഴിയുന്നവൻ ഉള്ളതുകൊണ്ട്. The one who will forgive us. പാപത്തെ പൊറുക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട്. Who will forgive us. അവന്റെ കൃപാസനത്തോളം അടുത്ത് വരിക. Come closer to the throne of grace. 16 വാക്യം നിങ്ങൾ വായിക്കൂ. 4:16. Verse 16. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അടുത്ത വാക്യം മക്കളെ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞേ. നമുക്കൊരു ദൈവം ഉള്ളത് കൊണ്ട്. നമുക്കൊരു Because we have a great priest. നമുക്ക് അകത്തൊരാൾ ഇരിക്കുന്നത് കൊണ്ട്. Because we have someone to talk for us in the inside. ധൈര്യത്തോടെ ചെല്ലാൻ. Come boldly. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നമ്മുടെ ടൗണിൽ ഒരു ആവശ്യത്തിനായി ചെന്നു. The other day I went to the city, the town office for something. ഞാൻ എനിക്ക് തന്ന സമയം കഴിഞ്ഞൊരു 10-30 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തു. So after my appointment time, I waited for at least 30 minutes there. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് കാണേണ്ട വ്യക്തിയെ കാണാൻ കഴിയാതെ അവിടെ പലരും ഇരിക്കുകയാണ്. So there are many people waiting for to see the same person. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്ത് പോകണം. And I had some other appointment afterwards. എനിക്ക് പരിചയമുള്ള ആരും ഇല്ലല്ലോ. രക്തബന്ധമുള്ളവരൊന്നും ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ സിറ്റിയിലൊന്നും ആരും ഇല്ലല്ലോ. So we don't have anyone of our own people in the city working there. ഞാൻ സങ്കടത്തോടെ കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാളൊക്കെ ഇതിനകത്തൊക്കെ ഒരു ജോലിക്ക് കയറിയിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് കയറിച്ചില്ല. So I was thinking, if one of our children are like employed there, I could easily walk in there and tell them what I needed. അകത്തിരിക്കുന്ന ആ മേയറിന്റെയോ സിറ്റിയുടെയോ സിറ്റി സൂപ്പർവൈസറിന്റെയോ ഒരു മോനാ ഇപ്പൊ പുറത്തിരിക്കുന്നെങ്കിൽ ഞാൻ അവിടെ കാത്തിരിക്കണോ? So if someone close to that person in position is waiting outside, do they wait there? അകത്തിരിക്കുന്ന ആളുടെ മോനാണ് ഈ പുറത്തിരിക്കുന്നെങ്കിൽ കാത്തിരിക്കണോ ഞാൻ? Do they have to wait if it is the son of the mayor there? നിങ്ങൾ മിണ്ടിക്കാട്ടെ. ആരാ മോനെ കാത്തിരിക്കണോ? അകത്തിരിക്കുന്ന അപ്പനാണെങ്കിൽ പുറത്ത് മോൻ വന്നിട്ട് അപ്പാ ഒരു അപ്പോയിന്റ്മെന്റ് തരുമെന്ന് ചോദിക്കണോ? If it is our father, we don't have to ask for an appointment. No, we don't have to. We have a father inside for us. No, my healer is there inside. The one who paid his blood for us. The one who loved me is inside there. Because of that. Because we have a father inside. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം പേടിച്ച് ചെല്ലണമെന്ന് പറഞ്ഞേ. It doesn't say that with a great fear we have to walk in. He said that what said? പഴയ നിയമത്തിൽ പേടിച്ചുകൊണ്ട് സിനായിയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ, പഴയ നിയമത്തിൽ പേടിയോടെ പർവ്വതത്തിന് മുമ്പിൽ വരണമെങ്കിൽ, പഴയ നിയമത്തിൽ പേടിയോടെ കാണണമെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്നത് എനിക്കൊരു throne of grace ഉണ്ട്. ഏത് സമയം ധൈര്യത്തോടെ അപ്പന്റെ പാദപീഠത്തിൽ ചെന്ന് കയറാ. അവൻ ക്ഷമിക്കാൻ കഴിയുന്നവനോ കരമുയർത്തി സ്തോത്രം ചെയ്തിട്ട് അങ്ങനെ ദൈവമുള്ളത് കൊണ്ട് ചെല്ലുക ദൈവത്തിന്റെ അടുക്കലേക്ക്. We don't have to be afraid as the Old Testament people stood with fear around the mountain, but in the New Testament we can walk boldly into the presence of the Lord. യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു തോറും നമ്മൾ അധികമായി ചെയ്യേണ്ട essential priorities as the Lord's return approaches. യേശുക്രിസ്തുവിന്റെ വരവ് അടുക്കും തോറും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്പർ 1 അകന്നകന്ന് പോകുകയാണോ വേണ്ടുന്നേ? നിങ്ങൾ പറ, ലോജിക്കായിട്ട് പറ. യേശു വരാറായപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? So as we know that Jesus is coming soon, what should we do? Should we go back from the Lord and backslide? എന്നെ കൊണ്ടുപോയി ന്യൂയോർക്ക് സിറ്റിയെ കാണിക്കാൻ വേണ്ടി ഈ പാസ്റ്റർ എന്നെ വിളിക്കാൻ വീട്ടിൽ വന്നു. So this pastor came to my house to go and show him New York City. So he came to take me. He came with a car. So he came with a brand new BMW. So when he comes to take me, I would go far away from him. So would I ever be able to come with you? So as a car, comes near to my house, I go away from there. I won't be able to go.
പുതിയ നമസഭ ഈ എറ ഈ തലമുറ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയുകയാണ്. So I'm telling you what is happening in 2025 to our generation. സഭയ്ക്കകത്ത് പാപം കുത്തി ഒഴുകുന്നു. So sin is, like running freely even in the സഭയ്ക്കകത്ത് churches. വേർപാടില്ലാതെ പോകുന്നു. The church, like is losing its separation. മതിൽ കെട്ടേണ്ടത് മതിൽ കെട്ടാതെ പോകുന്നു. People are forgetting to put fence in their lives. പറയേണ്ടെന്ന് ഉപദേശിക്കേണ്ടെന്ന് പറയാന്നല്ല, പ്രവാചകന്മാർ പാസ്റ്റർമാർ സന്തോഷമാർ ഇല്ലാതെ പോകുന്നു. So the priests are lacking what they need to tell the church. അതുകൊണ്ട് ദൈവസഭ അകന്നകന്നു പോകുന്നു. Because of that reason, people are going away from the presence of the Lord. ഇന്ന് പകൽ പറയുന്നു, Holy Spirit is reminding us today. കാഹളത്തിന്റെ ശബ്ദം ധ്വനിക്കാൻ സമയമായി. It is time for us to hear the trumpet of the Lord. അവന്റെ കൂടെ ആ വാഹനത്തിൽ കയറി പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, if you really want to fly away with him, മേഘതേരുകൾ ഇറങ്ങി വരാൻ പോകുകയാണ്. he is going to come down in the clouds. near to God, ദൈവത്തിലേക്ക് അടുത്ത് വരാം. Let us come back to the Lord today. അവന്റെ അടുക്കൽ വിടുതലുണ്ട്, അവന്റെ അടുക്കൽ കരുണയുണ്ട്. He has mercy and healing. അവിടെ രണ്ട് വേർഡാണ് 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്. Verse 16 has two words said there. കരുണയും കൃപയും. It says mercy and grace. ഞാനത് റോമാലേഖനം 5ാമത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. I taught you in Romans chapter 5 there. കൃപ നിനക്ക് അർഹിക്കാത്ത സ്ഥാനം തരുന്നതാണ്. So mercy, grace is what we receive, what we don't കരുണ deserve. നിനക്ക് അർഹിക്കുന്നത് തരാതിരിക്കുന്നതാണ്. But mercy can be defined as what God doesn't give you, ഒന്നുകൂടെ what പറയാം, you deserve. മനസ്സിലാകാൻ വേണ്ടി കേൾവിക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം. കൃപയെന്ന് പറയുന്നത് നീ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നിനക്ക് തരുന്നതാണ്. So mercy is when God gives us what we don't deserve. കരുണ നീ അർഹിക്കുന്നത് അർഹിക്കുന്ന ശിക്ഷ, പാപത്തിന്റെ അർഹിക്കുന്ന ശിക്ഷ തരാതെ വിടുന്നതാണ് കരുണ എന്ന് Mercy പറയുന്നത്. can be described as when we deserve punishment for the sin, God did not punish us. That can be what mercy ഇത് is. രണ്ടിനും ഈ കൃപാസനം നല്ലതാണ്, അടുത്തു വരാം. So this throne of grace is good for both things, mercy and grace. Come boldly. സകല മാനവരാശിയോടും ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ വർത്തമാനമുണ്ട്. To the all nations, this is our good news. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മടങ്ങി വരവാണ് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം. The greatest miracle is going to happen is the coming of Jesus. ലോകം മുഴുവൻ വീക്ഷിക്കുന്ന ഒരു അത്ഭുതം യേശു വരാറായി The എന്നുള്ളതാണ്. whole world is watching eagerly for the coming. ആ യേശുവിന്റെ വരവിൽ പോകണമെന്നുണ്ടെങ്കിൽ, If you want to go when he comes, യേശുവിലേക്ക് അടുത്തു വരിക. come closer to the Lord. നിന്റെ പാപം ക്ഷമിച്ചു തരാൻ കരുണ കാണിക്കാൻ അവൻ ശക്തനാണ്. He can forgive your sins and show you mercy. നിന്നോട് കൃപ കാണിക്കാനും അവന്റെ കൃപാസനം ഓപ്പണാണ്. His throne of grace is always open to show you some mercy. യേശുവിലേക്ക് അടുത്ത് വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of us would want to go back to him? കർത്താവേ, ഈ ഭൂമിയിൽ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവേ, അങ്ങയുടെ വരവിൽ എടുക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I don't want to be perished with this world, but I want to fly away with you when you come. രണ്ടാമത് നോക്കൂ, 23ാമത്തെ വാക്യം. Verse 23. യേശുവിന്റെ വരവ് അടുത്ത് വരുന്തോറും അധികമായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, The second thing that we need to do more and more as the Lord's coming is approaching. ദൈവസഭ ചെയ്യേണ്ടത് ഹോൾഡ് ഫാസ്റ്റ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം നാം ഓരോ ദിവസവും മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവിന്റെ വരവടുത്ത് വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ചഞ്ചലപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടപ്പോൾ ഏറ്റു പറഞ്ഞ കൺഫെഷൻ ഉണ്ടല്ലോ. ഹലോ, the confession that you repeated when you got saved, that confession you have to hold fast on to it without wavering from it. Stay rooted in your belief and hope in Christ. നിങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും നിങ്ങൾ റൂട്ടഡ് ആയി കണ്ടിന്യൂ ചെയ്തോണം. You have to stay rooted in the faith that you have believed. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത്, the third point is, മലയാളത്തിൽ അടുത്ത വാക്യമാണ്, ഇംഗ്ലീഷിൽ അത് കഴിഞ്ഞുള്ള വാക്യമാണ്. മലയാളത്തിൽ അടുത്ത വാക്യം 24ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? മലയാളത്തിൽ അടുത്ത വാക്യം ഏതാണ്? 24. ചിലർ ചെയ്യുന്നത് പോലെ അന്നത്തെ സഭയിൽ ചിലർ ചെയ്യുന്നുണ്ടായിരുന്നു. So there were people in that church, they were not giving importance to the fellowship. നിങ്ങൾ ചെയ്യരുത്. So don't do it. Do not neglect or do not forsake our own assembly or fellowship. Do not forsake our own assembling together, that Paul writes. ഒരു കൂട്ടായ്മയിൽ നമ്മൾ ആരുമായിട്ടൊക്കെയാണ് ഫെലോഷിപ്പ് ഉള്ളത്? So in an assembly, who all do we have communion with? എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ വിശ്വാസിയോട് ചോദിക്കുന്നു. This is my question to you. Why you are coming to the church? എന്തുകൊണ്ട് നിങ്ങൾ ചർച്ചിൽ വരുന്നു? Why do we come to church? വീട്ടിൽ AC ഇല്ലാഞ്ഞിട്ടോ? Is it because we don't have air condition at home? വീട്ടിൽ
നിങ്ങൾക്ക് ഫുഡില്ലാഞ്ഞിട്ടോ? Is it because we don't have food at home? നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടോ? Is it because you don't have anything to do at home? അതോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് ചർച്ചിൽ 10 മിനിറ്റ് അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? Is it because you make your children sit calm for 10 minutes? മക്കളെ കണ്ണു തുറന്ന് നോക്കേ. ഹലോ, ഓപ്പൺ യുവർ ഐസ് and look at me. Why you are in the presence of the Lord? Why you are in the church? നമ്മൾ എന്തിനാണ് സഭയിൽ കടന്നു വരുന്നത്? കാരണം the reason is നമ്മൾ ദൈവത്തെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, സമാഗമനം എന്ന് പറയുന്നത് പോലെ. This is where we have communion with the Lord. ഇവിടെ സഹോദരങ്ങളുമായി കമ്മ്യൂണിയൻ ഉണ്ട്. We have fellowship with the brethren. ഇവിടെ ദൈവവുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട് ഇവിടെ വെച്ച്. And we have communion with God. ഇല്ലേ? ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടോ ആലയത്തിൽ? Do we have communion with God in church? ഉണ്ടോ? ഇല്ലെങ്കിൽ പറയണം നിങ്ങൾ. ഇവിടെ എനിക്ക് ദൈവപ്രസാദത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങളെ, ദൈവദാസനെ. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ. നിങ്ങൾ തുറന്നു പറയണം നിങ്ങൾ. അന്നത്തെ 1-ാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ പെർസിക്യൂഷൻ കൂടി വന്നപ്പോൾ, so when the persecution was growing in the Old Testament church, പരസ്യമായി ആലയങ്ങളിൽ വരാൻ പറ്റാതെ വന്നപ്പോൾ, because they could not come freely to the temple, സിനഗോഗുകളിൽ കൂടാൻ പറ്റാതെ വന്നപ്പോൾ, because they could not come to the synagogue, പുരുഷന്മാരെ പുറത്ത് കണ്ടാൽ പിടിച്ചുകൊണ്ട് പോകുന്ന കാലം വന്നപ്പോൾ, if the Christian men are found outside, they will take them അവരും to prison. കഴിവതും ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സത്യമാണ്. So it's true fact that they were trying to hide away. പക്ഷേ അതവർ ഒരു ജീവിതത്തെ റൊട്ടീനാക്കി മാറ്റി. പിന്നെ but the hiding place, they made a place of fellowship as a routine. കോവിഡ് കാലം വന്നു, സൂം വന്നു, എനിക്കറിയാം. So like the COVID came and Zoom came for us, ലൈവ് പ്രോഗ്രാമുകൾ ആരംഭിച്ചു, നന്നായി. and we started having live programs. It's good. പക്ഷേ വ്യക്തിപരമായ ഫിസിക്കൽ അസംബ്ലിയുടെ മഹിമ എന്താണെന്ന് അനുഭവിച്ചവർ വന്നുകൊണ്ടിരിക്കും, അനുഭവിക്കാത്തവർ വീട്ടിലിരിക്കും. So but the physical assembly has its own benefits. Those who enjoyed, they'll keep coming. Do not neglect, do not forsake എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ അസംബ്ലികളെ മറക്കരുതെന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങൾ കർത്താവ് വരാൻ തുടങ്ങുന്തോറും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞറിയാമോ? മീറ്റ് ടുഗദർ റെഗുലർലി എന്ന് തെറ്റി പറഞ്ഞതല്ല, റെഗുലർലി എന്ന ഒരു ഭക്തൻ പറഞ്ഞേക്കുന്നത്. So it means, it says that as Jesus coming is approaching, you have to meet more regularly. ഫിസിക്കലായി സ്പിരിച്വലായി ഒന്നിച്ചൊരു ഫെലോഷിപ്പ് എവരിഡേ നമ്മൾ എന്ത് ചെയ്യണം? So we have to have the habit of the physical and spiritual fellowship regularly. When we were in the other denominational churches, so we'll go to church only on Sunday. If you are neglecting those fellowships, that is not from God. സ്വോത്രം. ഹലോ, സ്വോത്രം പറയാൻ പറ്റത്തില്ല, എനിക്കറിയാം. സ്വോത്രം. ഹല്ലേലൂയ. കഴിവതും അസംബ്ലി ഉപേക്ഷയായി വിചാരിക്കരുതാരും. The assembling together of the saints. കഴിവതും അസംബ്ലി ഉപേക്ഷയായി വിചാരിക്കരുത്. Do not neglect assembling together. ദൈവസാന്നിധ്യത്തിൽ വരാൻ ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. We have to have a desire. കോരഗോത്രന്മാർ പറഞ്ഞ പദം പറഞ്ഞേ, കോരഗോത്രന്മാർ പറഞ്ഞേ, മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ. ചേർന്ന് പറഞ്ഞേ, ദൈവസഭ കോൺഗ്രിഗേഷൻ പറഞ്ഞേ, ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. ദൈവമേ, എന്റെ ആത്മാവ് നിന്റെ പ്രസൻസിലേക്ക് വരാൻ. As a deer panteth for the presence of the Lord, Lord, my spirit desired to come near to you. Listen very carefully. Avoid isolation, which leads to spiritual decline.
നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിച്ചോ, നിങ്ങൾ ആത്മീയമായി ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കും. അല്ലേ? ചിന്തിച്ചു നോക്ക്. So if you think about it, if you stay isolated, you would spiritually decline. ഇന്നലെ ഞാൻ ഒരു വിഷയത്തിൽ തളർന്നിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. എനിക്ക് എത്ര ബൂസ്റ്റപ്പായെന്നറിയാമോ? ഹലോ, സ്വത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് മാത്രമല്ല, പബ്ലിക് കേൾക്കുന്ന സകല മനുഷ്യരോട് ഞാൻ പറയുന്നത്, യേശുവിന്റെ അസംബ്ലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കണം. Hallelujah. This is what I want to encourage all of you who are listening to me. We have to we should not neglect assembling together. Fellowship is critical, especially in times of suffering. Spiritual challenges സമയങ്ങളിലൊക്കെ ഫെലോഷിപ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആ സഹോദരൻ. നമ്മുടെ കഷ്ടതയുടെയും സ്പിരിച്വൽ ചലഞ്ചസിന്റെ സമയത്ത് കർത്താവിന്റെ കൂട്ടായ്മ, ദൈവമക്കളുടെ കൂട്ടായ്മ ഏറ്റവും കരുത്താവുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരല്ല ഞാൻ പറയുന്നത്. No, you are all doing. I'm not talking to a group of people who are not doing. ആദ്യം ഞാൻ പറഞ്ഞ കിടന്നുറങ്ങുന്നവരോട് നമ്മൾ പെട്ടെന്ന് പറയത്തില്ല. So like if someone is sleeping, we don't tell them to walk faster. ഓടുന്നവരോടാണ് പറയുന്നത്, ഫാസ്റ്റായിട്ട് ഓടണം പറയുന്നത്. But to those who are running I'm talking like do it a little more faster. യേശുവിന്റെ വരവ് അടുത്ത് വരുന്തോറും നമ്മൾ ചെയ്യേണ്ടത് more and more ചെയ്യേണ്ട എന്താ കാര്യം അറിയാമോ? As the Lord's coming is nearing, we have to do it more and more. കൂടി വരവ് കൂട്ടണം. So we have to come more അസംബ്ലി കൂട്ടണം. We have to come more regularly. ഹലോ, ശ്രദ്ധിച്ചേ, അസംബ്ലി കൂട്ടണം. We have to come more. പാസ്റ്റർ ബുധനാഴ്ച മീറ്റിംഗ്, വ്യാഴാഴ്ച രാവിലെ സഹോദരന്മാരുടെ മീറ്റിംഗ്, വെള്ളിയാഴ്ച കോട്ടേജ് മീറ്റിംഗ്, ശനിയാഴ്ച എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം എല്ലായിടത്തും മിഷന് പോകുന്നു, സൺഡേയില് 3 ആരാധന. ഇതങ്ങ് കൂടിപ്പോയെന്ന് അല്ലെന്നേ. everyday we need to meet together. Amen. എന്നാ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലോട്ട് ശമ്പളം കൊണ്ടുത്താ, ഞങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും വന്നേക്കാം. ഗ്ലോറി. പക്ഷേ everyday we should meet one time. നമ്മൾ ഒന്നിച്ചു കൂടണം. ആരും സ്വത്രം പറയുന്നില്ലല്ലോ. പാസ്റ്റർ എന്തോ ഉദ്ദേശമുണ്ട്, പോകാണല്ലോ എന്നാ ചിന്തിക്കുന്നത് അല്ലേ? പാസ്റ്റർ എന്തോ അടുത്ത എവിടെയോ സഭ സ്ഥാപിക്കാൻ പോവാന്നുള്ള ശിക്ഷയാണ്, ചൊവ്വാഴ്ച നടത്താൻ പോവാന്ന്. സ്വത്രം. പാസ്റ്റർ എന്തോ ഒന്നും ഉദ്ദേശമല്ല. ഞാനിത് പബ്ലിക്കിനോടും കൂടെ പറയുകയാണ് കേട്ടോ. യേശു വരാറായി. Our Lord's coming is nearing. ഭക്തന്മാരെ, വിശുദ്ധന്മാരെ ഒന്നിച്ച് മീറ്റ് ചെയ്യണം എവരിഡേ. So like we should have a fellowship of the saints. ഞാൻ ഇതിന്റെ കാരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാരണം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കൂടെ പറയാം. No, I will tell you why I am saying this. നാലാമത്തെ ചിന്ത എന്താ? അടുത്ത വാക്യം. The fourth point is, അടുത്ത വാക്യത്തിൽ മോട്ടിവേറ്റ് or stimulate one another to acts of love and charity. അത് നിങ്ങൾ അവിടെ ഒരു വാക്യത്തിൽ തന്നെ രണ്ടായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രോത്സാഹിപ്പിക്കുക എന്ന പദം നിങ്ങൾ ഉത്സാഹിപ്പിക്കുക എന്നാണ് മലയാളത്തിൽ. ഉത്സാഹിപ്പിക്കുക. So we have to encourage each other. എനിക്ക് ഉത്സാഹമില്ല, ഞാൻ കിടന്നുറങ്ങുന്ന പുള്ളി ഞാനും കിടന്ന് വേറെ ആൾ ഉത്സാഹിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ അത് പറ, സത്യം പറ. So if I am not motivated, can I motivate someone else? No. എവിടെ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്ന വലിയോട് പറയാണ്, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അത് പറ. If I am sleeping every day and telling others, you should go, what would you ആദ്യം ഒന്ന് ഉണരടേ ഉവേ. So first we have to wake up. എന്നിട്ടല്ലേ നാട്ടുകാരെ ഓട്ടിക്കുന്നേ. No, then we can motivate others. മറ്റുള്ളവരെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. So there are, we can see so many motivational speakers. വിവാഹ കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവർ എന്നെ വാരും പിന്നെ കേട്ടിച്ച് കൊല്ലാൻ വരല്ലേ. കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരുടെ കുടുംബജീവിതത്തിൽ ചെന്ന് നോക്കണം. ഭാര്യയായിട്ട് മിണ്ടിയിട്ടും ഭാര്യയുടെ കൂടെ കിടന്നിട്ടും വർഷങ്ങളായി കാണും. So like those even the motivational speakers, they don't leave as they preach. മോട്ടിവേഷൻ സ്പീക്കർമാർ ഇഷ്ടംപോലെ ഭൂമിയിലുണ്ട്. നിങ്ങൾ ചുമ്മാതെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കാമെങ്കിൽ നമ്മളെയൊക്കെ പെരുവരലം നിർത്തുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് യുവർ ലൈഫ്? വാട്ട് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ്? മിഷന് വേണ്ടി ഞാൻ പറയുമ്പോൾ ഞാൻ മിഷൻ ചലിക്കുന്നവനായിരിക്കണം. കൊടുക്കാൻ ഞാൻ പറയണമെങ്കിൽ ഞാൻ കൊടുക്കുന്നവനായിരിക്കണം. ഹലോ, ഞാൻ ആരാധിക്കാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ ആരാധിക്കുന്നവനായിരിക്കണം. ഞാൻ പാടുന്നവനാണെങ്കിൽ നിങ്ങളോട് പാടാൻ പറയാൻ പോകും. ഞാൻ പ്രസംഗിക്കുന്നവനാണെങ്കിൽ നിങ്ങളോട് പ്രസംഗിക്കാൻ പറയാവൂ. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനെന്നറിയാമോ? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, ലവ് വൺ അനദർ. ഇത് വിശ്വാസിയോട് പറയുന്നതാണ്, സമൂഹത്തോടും പറയുന്നതാണ്. This is the faith community that he is writing and I am talking to. നിങ്ങൾ സ്നേഹിക്കുകയും
ചാരിറ്റി, ഗുഡ് ഡീഡ്സ് എന്ന ചില ഇംഗ്ലീഷ് ഗുഡ് ഡീഡ്സ് എന്ന് പറയുന്നത് സൽപ്രവർത്തി എന്ന് മലയാളത്തിൽ, ചില വേർഷനിൽ ചാരിറ്റി. യേശുവിൻ്റെ വരവടുക്കും തോറും ബാങ്കിൽ പണം കൂട്ടി വെക്കുകയും. അങ്ങനെയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഇന്നത്തെ പാസ്റ്റർ ശരിയായ പ്രസംഗമല്ല ഈ പോകുന്നത്. ഈ പോക്ക് പോയ പുള്ളി ഇങ്ങനെ പോകും. ശരിയല്ല ഇന്നത്തെ പ്രസംഗം പുള്ളിയുടെ. സ്വതന്ത്രം. കർത്താവ് നാളെ വരും. നിങ്ങൾ ബാങ്കിൽ വെച്ച് ആർക്ക് പോവും? നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലേ നമ്മൾ ഉണ്ടാക്കിയത്? പറ, നമ്മൾ കുഞ്ഞുങ്ങൾക്കല്ലേ ഉണ്ടാക്കുന്നത്? കുഞ്ഞുങ്ങൾക്കല്ലേ? നീ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലേ? So aren't we making money or saving money for our kids? അച്ഛാ, നമ്മളിവിടെ വന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലേ സാബുവേ? നമ്മൾ വന്ന കുഞ്ഞുങ്ങൾ നന്നാക്കാല്ലേ അല്ലേ? So like we are here to help our family, help our children. ഞാൻ വന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റുമെങ്കിൽ, എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ലൊരു 3 നേരം നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് 3 നേരം നല്ല രീതിയിൽ ആഹാരം കൊടുക്കാനും 13-ാം വയസ്സ് വരെ ശരിപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് നല്ല ദിവസം നല്ല രീതിയിൽ വീട്ടിൽ വരണം. ചൂസാറാക്കൂട്ടെല്ലാം അഡ്രസ് അറിയാമല്ലോ, എത്ര ജോഡി ചെരുപ്പാന്നറിയാം വീട്ടിൽ കൊടുക്കാനും ഞാൻ വന്നതാ. പക്ഷെ നാളെ രാവിലെ കർത്താവ് വരുമെങ്കിൽ മക്കളെ, എൻ്റെ കോട്ട് ജെർമി, എൻ്റെ കോട്ട് എന്ത് വേഴ്സ് ജെർമി, എൻ്റെ കോട്ട് എടുത്തിട്ടെ. ഞാൻ സാധാരണ ചർച്ചയിൽ പറഞ്ഞൊരു കോട്ടുണ്ട്, സാധാരണ ചർച്ചയിൽ പറഞ്ഞ കോട്ടാണ്. മിഷൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കോട്ടാണ്. എന്താ കോട്ടെന്നറിയാമോ? എൻ്റെ യേശു ഇന്നോ നാളെയോ വരുമെന്ന് വിചാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുക. അല്ലെങ്കിൽ ഒരു കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മിഷൻ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുക. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കുടീരത്തിൽ വെച്ചേക്കണം ഇത് കേട്ടോ. എൻ്റെ പല കോട്ടുകൾ ഇടയ്ക്ക് പറയാറുണ്ട്. മിഷനുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. So like in regard to mission, we have to plan projects as God's coming is not going to happen soon. പക്ഷേ യേശു ഇന്ന് വരുമെന്ന് വിചാരിച്ച് നമ്മൾ will live in a holy life. But in personal life we have to lead a holy life thinking that our Jesus will come tonight. നമ്മൾ എന്താ മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? So you know what should we motivate each other? ചാരിറ്റി വർക്ക് ചെയ്യ്. So do more charity. മറ്റുള്ളവരെ സ്നേഹിക്കുക. Let us love others. എന്താ ഈ മറ്റുള്ളവരെ സ്നേഹിക്കാന്ന് പബ്ലിക്കിനോട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? So what do we mean by loving others? മക്കളെ, നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ആണോ? You guys are friends? സാറ മോള നബി അബി, you guys are friends? Now ഇപ്പോൾ ഇവിടെ ഒരു ഫയർ ഉണ്ടാവുകയാണ്. ഫയർ ഞാൻ എപ്പോഴും പറഞ്ഞ സോറിയാ. ഒരു ഫയർ പിടിച്ചാൽ മോള് ഫസ്റ്റിൽ ആരെയായിരിക്കും മോള് എടുത്തോണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? So if there's a fire, Sarah, who would you first? ഈ പിടിച്ചെല്ലാം പോയാൽ ആദ്യം മോൾ ആരെയായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? So if there's a fire coming, Princey, who would you first, look to save? ആണോ അവൾ നോക്കുന്ന അവിടെ അപ്പനെയാ? She is looking. മോളെ ആരായിരിക്കും? What about you? നീ ആളെ ആരായിരിക്കും പൊക്കുന്നത്? She is confused. അപ്പനെ വേണം അമ്മയാണോ എന്നായിരിക്കും അല്ലേ? രണ്ടുപേരുടെ അങ്ങ് പൊക്കാം നമുക്ക്. What about you, സാറ മോളെ? My dad, my dad and mom. അവൾ ഡിപ്ലോമാറ്റിക്കാണ് ഉത്തരം പറഞ്ഞു കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ ബോളി പോക്കും. If we love someone, like that would be the person that you would run to in order to save out of that fire. മാത്യു ഹെൻറി എന്നൊരു മനുഷ്യൻ എഴുതിയ, ഞാൻ ആ നോട്ടാണ് ഇവിടെ പഠിപ്പിച്ചത് പണ്ട്, പുള്ളി എബ്രാഹിം പഠിപ്പിച്ചത്. ആ മനുഷ്യൻ നോട്ടിനകത്ത് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ പറഞ്ഞത് ഡു മോർ ആൻഡ് മോർ. നിങ്ങൾക്ക് ലവ് എന്ന പദത്തിൽ കൊടുത്ത മിഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മിഷൻ. So love, in the sense, mission and charity എന്ന പദമാണ്. As Matthew Henry says, it's mission. So if you love someone, you would share gospel to them. നിങ്ങളുടെ ഒരു കൊളീഗ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിത്യതയിൽ എന്നും നമ്മളെന്തായാലും 10, 60, 70, 80, 90, എന്തായാലും എൻ്റെ അമ്മച്ചിക്ക് 10, 90 ആയി 100 വരെയൊക്കെ അടിക്കാം നമുക്ക്. 100 വരെയൊക്കെ ജീവിക്കത്തുള്ളൂ. അതിപ്പം തീരും. So like to the maximum we may യുഗായുഗമായി ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കർത്താവ് സ്ഥലമാണ്. അവിടെ ആരെങ്കിലും വരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? If you really love someone, you want them to be in eternity with you. മിഷൻ ചരിച്ചേ പറ്റും. Mission has to move. യേശു നാളെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഡു മോർ ആൻഡ് മോർ മിഷൻ ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നത്. No, like we have to do more mission and charity. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. I want to encourage you, stimulate you and motivate you. നാളെ രാവിലെ യേശു വരും. Jesus might come tomorrow. ഇന്ന് പറ്റുമെങ്കിൽ ഒരാളുടെ യേശുവിനെ കുറിച്ച് പറയണം. Like tell to someone about Jesus today. അടുത്ത ആഴ്ച കർത്താവ് വരും. Jesus will come next week. ഒരാഴ്ച കൂടെ നമുക്കുണ്ട്. We may have only one more week. Like suppose someone in stage 4 cancer, the doctor says, you may have only one more week to leave. What would you do in that 1 week?
If you know for sure you only have one more week, what would you do? No, you want to do the most priority things in your life. So for a child of God, what is that priority? Now, we have to leave behind everything here. So even, like Alexander the Great made both hands outside. So Alexander the Great, made sure his hands are, stretched out. He said, I'm not taking anything. But there's one thing that you can take with you. That is, the souls that you have saved. So whatever you have treasured in heaven, that is what you can motivate, stimulate one another to acts of love. Acts of love. We have to motivate and stimulate one another to acts of love. Charity and mission. So let us do charity and mission more and more. Are you ready? Ready? Nartab. Ready? Ready? Kartha varan samayamai cheyan thayaruണ്ടെന്ന് വയ്ക്കുന്നേ. അഞ്ചാമത്തെ കാര്യം കൂടെ. The fifth thing. അഞ്ചാമത്തെ കാര്യം അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ തലവാചകമായി കൊടുത്തിട്ട് ആ വാക്യത്തിൽ encourage one another. Encourage another. മറ്റുള്ളവരെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. We have to encourage one another. ഇനി പറയാം. ഈ അഞ്ച് കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? No, you know why these 5 things are said? കർത്താവ് അടുത്ത് വരാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. No, because our Lord is coming soon. ആരോടാ പറയുന്നത്? No, who is this being talked to? ക്ഷീണിച്ചിരിക്കുന്നവരെ എൻകറേജ് ചെയ്യുക. No, this is strengthening the weak. ഹസ്ബൻഡുമാർ തടവിൽ കിടക്കുന്നവരോട് പറയുക. And to the wives whose husbands are in the prison. മക്കളെ സിംഹത്തിന്റെ കൂട്ടിൽ ഇട്ടുകൊടുക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട ഫാമിലിയോട് പറയുക. It is to the parents who have witnessed their children and are being eaten by the lions. എബ്രായർ 10-ാമത്തെ അവസാന വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ അവരുടെ സ്വത്തുക്കൾ അവരുടെ കണ്ണിന് മുമ്പിൽ പിടിച്ചോണ്ട് പോയ കുടുംബങ്ങളോട് പറയുക. And their properties were seized to that families. പുറകോട്ട് പോകല്ലേ. വെയിറ്റ്. പുറകോട്ട് പോകല്ലേ. Don't go back, dears. ക്ഷീണിച്ചു പോകല്ലേ. Don't get weak, brothers. നിങ്ങൾ കേട്ടാ വാഗ്ദത്തം സംഭവിക്കാൻ പോകുക. The promise is going to come. 10:36-37 വാക്യങ്ങൾ വായിക്കുമോ? Verses 36 and 37 of chapter 10. I'm just concluding 36 and 37. നിങ്ങൾ പേഷ്യന്റോടെ നിൽക്കാൻ വാഗ്ദത്തത്തിന് വേണ്ടി. So like stay patiently for your promise. വായിച്ചോ. ഹലോ, ഇനി എത്ര അല്പകാലം എന്ന് പറഞ്ഞേ. എന്നോട് പച്ചെന്ന് പറഞ്ഞേ അല്പകാലം എന്ന് പറഞ്ഞേ. For a little while. Little while. അല്പകാലം കഴിഞ്ഞിട്ട്. Yet a little while. നിങ്ങളുടെ വാഗ്ദത്ത വിഷയമാകുന്ന അവൻ മടങ്ങി വരും. And he will come back. വാഗ്ദത്ത വിഷയം അവൻ മടങ്ങി വരും. No, Lord will come back. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അവൻ മടങ്ങി വരും. He will come back. 38-ാമത്തെ വാക്യം verse 38. Verse 38. അടുത്ത വാക്യം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഹലോ പറഞ്ഞട്ടെ. Hallelujah. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളതിന് അവന് പ്രസാദമില്ല. ദൈവത്തിന് നിന്നോട് പ്രസാദമില്ല കുഞ്ഞുങ്ങളെ. 26 മുതൽ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 26 മുതൽ വാക്യങ്ങൾ. Verses 26 onwards, അത് please go home and അഞ്ചാമത്തെ read. മുന്നറിയിപ്പ്. 7 മുന്നറിയിപ്പ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ മുന്നറിയിപ്പാണ് അത്. The fifth warning. എന്നത്തേക്കുമായി യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? മടക്കി വരുത്താൻ കൊള്ളത്തില്ല, അവൻ ശിക്ഷ ന്യായവിധി വരുമെന്നാ പറഞ്ഞ അർത്ഥം. If someone eternally refuses to follow Jesus, he cannot be brought back, but he will be for eternal punishment, it says. തെറ്റിദ്ധരിക്കല്. നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു കൊച്ചു തെറ്റ് ജീവിതത്തിൽ ബലഹീനത വന്നുപോയി, തെറ്റ് വന്നുപോയി. So after അവരുടെ പേര് ജീവന പുസ്തകത്തിൽ വെട്ടിക്കളഞ്ഞ് നമ്മളെ അങ്ങ് എടുത്തങ്ങ് പാപത്തിൽ കളയുന്നല്ല അർത്ഥം. അതല്ല അർത്ഥം. നമ്മൾ പിന്നെ ഒരു വചനം കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവേ ഇന്നലെ തെറ്റിപ്പോയപ്പോൾ ഞാൻ ചെയ്യത്തില്ലപ്പോൾ. നമുക്ക് സാന്റിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. എന്നാൽ അവിടെ പറയുന്നത് 27-ാമത്തെ 28-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് ക്രൂശിനെ നിന്ദിക്കുന്നവർ അവന്റെ രക്തം മലിനമെന്ന് 27-ാമത്തെ വാക്യം ഉണ്ടോ? അങ്ങനെ 28-ലാണ് 28-ലാണ് 28 എന്ന് വായിച്ചു. 28 പുറങ്കാല് കൊണ്ട് ക്രൂശിനെ ചവിട്ടിക്കളയുന്നവർ. എത്ര വാക്യം മോനെ സാറേ? 29-ലുണ്ട്. ദൈവത്തന്നെ 3 കാര്യം. there is 3 reasons. പേര് വെട്ടിക്കളയുന്ന 3 കാരണങ്ങളാണ്. ദൈവത്തന്നെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ വേണ്ട പോ. 2 യേശുവിന്റെ രക്തത്തെ തള്ളിപ്പറയുക. 3 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഈ 3 കാര്യം ആൾക്കാർ ചെയ്യുന്നവരോടാണ് അടുത്ത വാക്യം 31 തോന്നുന്നു ദൈവത്തിൻ്റെ കാര്യം ന്യായവിധി വരുമെന്ന് പറയുന്നത്. അല്ലാതെ ഞാനിപ്പോൾ അങ്ങോട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു, അവിടെ കുത്തിയിരുന്ന് കയ്യിലിരുന്ന് പടം വരയ്ക്കുന്നു, 2 വഴക്ക് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ വഴക്ക് പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ 2 വഴക്കൊന്നും ഞാനങ്ങ് പറഞ്ഞു.
പറഞ്ഞു, നല്ല പിക്ചറാ, പറഞ്ഞു. എനിക്ക് വീട്ടിൽ ചെന്ന് കുത്തുണ്ടായി. ഞാൻ വിളിച്ച് പറഞ്ഞു, ജിംസ് വേറെ സോറി കേട്ടോ, കൊച്ചിനെ 2 വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ, എന്നോട് ക്ഷമിക്കണേ. ഞാനാ ചെയ്യുന്ന തെറ്റിനെ കോപിക്കുന്നതിനെ കുറിച്ചല്ല. അങ്ങനെ എനിക്ക് തെറ്റ് വരും, ബലഹീനമായി ജഡത്തിൽ വരും. വരത്തില്ലേ മമ്മേ? വരത്തില്ലേ? എന്താ പിണങ്ങിയൊക്കെ ഇരിക്കുന്നില്ല? സ്വതന്ത്രമായിട്ട് കേട്ടോ, കെട്ടുകളൊക്കെ വരുമ്പോൾ ആ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാന്റിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണ്. When we listen the word of God, when we listen the songs, പാട്ട് പാടുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, പക്ഷേ ഞാൻ എൻ്റെ യേശുവിനെ വേണ്ടാന്നും പറഞ്ഞ് പുറങ്കാൽ തട്ടിക്കളഞ്ഞിട്ട്, ക്രൂശിനെ വേണ്ടാന്ന് പറഞ്ഞ്, യേശുവിൻ്റെ രക്തത്തെ വേണ്ടാന്ന് പറഞ്ഞ്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പുറത്തു പോയാൽ ഭയങ്കര ശിക്ഷ വരിക്കേണ്ടി വരും. നിങ്ങൾ 2 മനസ്സിലായ പറഞ്ഞേ? ഇത് 2 മനസ്സിലായ പറഞ്ഞോ? മനസ്സിലായില്ലേ? എന്നർത്ഥം മനസ്സിലായില്ലേ? രക്ഷ, നമ്മുടെ രക്ഷയുടെ വിഷയമായി പറയുന്നത് സാൽവേഷൻ തിയോളജിയാണ് പറയുന്നത്. നമുക്കൊരു സാന്റിഫിക്കേഷൻ പ്രോസസ്സുണ്ട്. നമ്മൾ സാന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. സാന്റിഫിക്കേഷൻ എൻഡിലാണ് നമുക്ക് തേജസ് ലഭിക്കുന്നത്. സാന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ പോകാതെ നമ്മൾ പാവം ചെയ്ത് എനിക്ക് നിന്നെ വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറത്തു പോയാൽ കഷ്ടമെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് അവരോട് വലിയ വാണിംഗ് കൊടുത്തിട്ട് പറയുകയാണ്, വാണിംഗ് കൊടുക്കുകയാണ്. വാണിംഗ് കൊടുത്തത് അതാണ് ഫിഫ്ത്ത് വാണിംഗ് ഇൻ ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്. വാണിംഗ് കൊടുത്തിട്ട് പറയുകയാണ്, മക്കളെ, പിന്മാറിപ്പോകുന്നവർ എനിക്ക് നിന്നോട് പ്രസാദമില്ല. എൻ്റെ നീതിമാൻ യേശു വരുമെന്ന് വിചാരിച്ച് വിശ്വാസത്തോടെ വി വാക്കിംഗ് ഇൻ ഫെയ്ത്ത്. 5 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യേശു വരാറായി. എസെൻഷ്യൽ പ്രയോറിറ്റീസ് as the Lord's returns approaches. അടുത്തിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട പ്രയോറിറ്റീസ് ചെയ്യേണ്ടതിനേക്കാൾ അപ്പുറമായി ഒത്തുകൂടെ പറഞ്ഞേ, അധികമായി ചെയ്യേണ്ടത് അല്ലേ എന്ന് പറഞ്ഞേ. The things that we need to do more and more as the day approaches. എന്നെ ഒരാൾ പിടിക്കാൻ വരുമ്പോൾ, കൊണ്ടുപോകാൻ വരുമ്പോൾ, ഞാൻ ഓടുകയാണോ വേണ്ടുന്നത്, അടുത്തോട്ട് ചെല്ലുകയാണോ വേണ്ടുന്നത്? So like when someone comes to hold me, should I run away from or I should draw near to them? എന്നെ ഒരാൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? If someone comes to hug me, what should I do? അങ്ങനെയാണോ? അടുത്ത് ചെല്ലുക. We should not run away, but we should go closer. How many are ready to draw near to God? ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ എത്ര പ്രിയപ്പെട്ട ആഗ്രഹം. Hallelujah. How many of us would come draw near to God? അച്ഛാ, നിങ്ങൾ എടുത്തുകൊണ്ട പാട്ടൊന്നും പാടാൻ പറ്റില്ല. ഒരു പാട്ട് ഞാൻ പാടുകയാണ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുക്കി നിൽക്കാൻ പാടുകയാണ്. നമുക്ക് ഒന്നിച്ച് പാടണം കേട്ടോ. അത് പാടി അവസാനിപ്പിക്കാം. സമയം ഒത്തിരി പോയതുകൊണ്ട് ദയവായി പ്രാക്ടീസിന് വന്നവരൊക്കെ ക്ഷമിക്കണം എന്നോട് കേട്ടോ. പാടാൻ സിസ്റ്റത്തിൽ പേരിട്ടേക്കുന്നവരൊക്കെ വന്നോ, ഒന്നിച്ച് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടാൻ പോകുക. ചെറിയ സാർ എഴുതിയ പഴയ ഗാനമാണ്. ഒന്നിച്ച് പാടാൻ പോകുക. കർത്താവിൻ്റെ വരവിൻ്റെ സമയം അടുത്തു വരും തോറും നമ്മൾ ദൈവത്തിലേക്ക് അടുത്തു വരിക. അതിൻ്റെ ആ പാട്ടിൻ്റെ വരിയിൽ അവസാനം വിശ്വാസത്യാഗം മുൻ നടന്നിടുമേ. And in the song it says that people would forsake the faith. പലരും വിശ്വാസം വിട്ട് ഉഴന്നു നടന്നു പോകും. Some people would will leave their faith and will run away. കർത്തൻ വരവിൽ മുൻ നടന്നിടും അടയാളങ്ങൾ ഒരുങ്ങണം. Hallelujah. These are the signs of the coming of the Lord. Let us be prepared. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. And the Lord already said that people would leave their faith in this time. അകന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. That people would go away, he said. അകന്നു പോകുന്നവരുടെ ലിസ്റ്റിൽ നിങ്ങളും ഞാനും പെടരുത്. But we should not be the ones in the list that go away. അടുത്തു വരുന്നവരുടെ ലിസ്റ്റിൽ നമ്മൾ പെടണം. But we should be in the list of those who come closer. How many are ready to draw near to God? ദൈവത്തിലേക്ക് മടങ്ങി വരാൻ എത്ര പ്രിയപ്പെട്ടവരാണ്. കൂട്ടായ്മകൾ കൂട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരാണ്. കൂട്ടായ്മകൾ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. കർത്താവുമായുള്ള ഫെലോഷിപ്പ് ഒന്ന് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. രക്തതാഴ്ചയും മറ്റുള്ളവരെ മിഷന് വേണ്ടി ചാരിറ്റി വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ആദ്യം മോട്ടിവേറ്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് എത്ര ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവരെ എൻകറേജ് ചെയ്യാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യേശു വരാറായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാടി കർത്താവിനെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. മാലിന്യങ്ങൾ തുടങ്ങാം മക്കളെ, ഇത് പാടി തുടങ്ങിക്ക്. മാലിന്യപ്പെട്ടിടാതെ ഓടിയിടുക, മണവാളൻ വരവേറ്റം അടുത്തുപോയി, മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ വേഗത്തിൽ ഒരുങ്ങിടാം. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. മാലിന്യപ്പെട്ടിടാതോടിടുക, മണവാളൻ വരവേറ്റം അടുത്തുപോയി,
മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരാവേറ്റമടുത്തുപോയി. മണിയാറയിൽ പോയി നാം ആശ്വസിക്കാൻ ഒരുങ്ങിയിടാം. മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങി. മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരാവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരാവേറ്റമടുത്തുപോയി. മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം വരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുമ്പോ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുമ്പോ. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നി താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണൂന്നി താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തി ഇളകുന്നതാ ഭൂവിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങിയിടാം. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അതിനിറത്തീരുന്നതാ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾക്ക് അതിനിറത്തീരുന്നതാ ഒരുങ്ങിയിടാം. മേഘാരുടനായി വന്നിടുമേ 10,000 പേർഗണ സുന്ദരത്താൻ. മേഘാരുടനായി വന്നിടുമേ 10,000 പേർഗണ സുന്ദരത്താൻ. തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരാവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടാതോടിടുക. മണവാളൻ വരാവേറ്റമടുത്തുപോയി. മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിടാം. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരത്താൻ. മേഘാരുടനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരത്താൻ. തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമേള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവാതിൽ താമസമേറെയില്ല.
തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരും അത് താമസമേറെയില്ല. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിയിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിയിടുക. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. ഓ കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി. നമ്മുടെ കാന്തൻ വരാറായി നാമും പോകാറായി. നമ്മുടെ കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാലമേറെ ഇല്ലല്ലോ കാഹളമെന്ന് കെട്ടിടാം. കാന്തൻ വരാറായി പ്രത്യാശയോടെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രശ്നങ്ങളെ കണ്ട് പിന്മാറുന്നവരല്ല, പ്രതികൂലം കണ്ട് പിന്മാറുന്നവരല്ല, പ്രശ്നഘോഷം കണ്ട് പിന്മാറുന്നവരല്ല, തെറ്റായ ഉപദേശം കണ്ട് പിന്മാറുന്നവരല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവേ, അങ്ങയുടെ വരവേറ്റം ആസന്നമായെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലോകം ഞങ്ങളോടത് പറയുന്നു, കാലാവസ്ഥ പറയുന്നു, രാജ്യങ്ങൾ ഞങ്ങളോട് പറയുന്നു, ഭൂകമ്പങ്ങൾ ഞങ്ങളോട് പറയുന്നു, ഈ അടയാളങ്ങൾ പറയുന്നു യേശു വരാറായി. അതുകൊണ്ട് ഞങ്ങൾ അധികമായി ചെയ്യേണ്ട ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരിക. ഞങ്ങളുടെ ആദ്യ പ്രത്യാശയുടെ ആ സ്വീകാരം, ആ കൺഫെഷൻ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഡെയിലി വിശുദ്ധന്മാരെ തമ്മിൽ മീറ്റ് ചെയ്ത് എൻകറേജ് ചെയ്യപ്പെട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും ദൈവരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് മിഷൻ ചെയ്ത് എല്ലാവരും തമ്മിൽ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് യേശുവിൻ്റെ വരവിനായി ഒരുങ്ങണമെന്ന് എല്ലാവരും പറഞ്ഞ് ഓരോ ദിവസവും മുന്നേറാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഏതെങ്കിലും അവസ്ഥകൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങളെ പണിയണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ താഴ്മയോടെ വിനയത്തോടെ സമർപ്പിക്കുന്നു. ഈ സന്ദേശം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കേട്ടവരും ഈ ഹോളിനകത്ത് വന്ന് കേട്ടവരും യേശുവിലേക്ക് അടുത്തു വരാനിടയാക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദിസ് ഇസ് ടൈം ഫോർ ചിൽഡ്രൻസ്